സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില്? 72 ഞാൻ കയറുന്നു. ആ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് KS സേതുമാധവ സാറിന്റെ പടത്തിലാണ്. ആ അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞ ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ള പടം അവിടെ ഗായത്രി, അത് 74-ലാണ്. ആ. ശ്രീധരന്റെ ഇടം എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി. ആ. അവിടെ വെച്ച് അത് ശുചീന്ദ്രത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അന്നാണ് ഞാൻ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ഈ കണ്ട് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി. അതാണ് സോമന്റെ വ്യത്യാസം. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുലർത്തിയ വ്യക്തിയാണ് ഇത്. ഒരു പ്രാവശ്യം സോമനുമായിട്ട് സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും സോമനെ മറക്കുക, സോമനടുത്തത് പോവുകയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ. ജനാർദ്ദനൻ ഡിഫൻസ് ഉണ്ടായിരുന്നില്ലേ? സോമൻ 9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി 2 കൊല്ലം കഴിഞ്ഞ പാടി ഉണ്ടാക്കി തിരിച്ചു പോകുന്നു. നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഒക്കില്ല. എനിക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കളില്ല. പക്ഷേ ഈ സോമൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് കഴിച്ചത്. അവൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നത്, എൻ്റെ വീട്ടിൽ അത് എന്താണെന്ന് അറിയില്ല, ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും. അതാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വലിയ ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞാൽ അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക, തിരിച്ചു വരിക, പ്രതിഷേധങ്ങൾ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മ? ഞാനുമായിട്ട് അങ്ങനെ പിണങ്ങിട്ടൊന്നുമില്ല. ഞാൻ ചീത്ത പറയും, അങ്ങോട്ട് ചീത്ത പറയോ? അതുകൊണ്ട് തമ്മിലുള്ള ആ പരിപാടികളൊക്കെ ഞങ്ങൾ വളരെ അത്ര അടുപ്പമായിരുന്നു. എന്നെ വിളിച്ചോണ്ടിരുന്നത് ജനു തന്നെ വിളിക്കും, ഞാൻ സോമു എന്നാണ് വിളിക്കുന്നത്. സോമു? എടാ സോമു, എടാ ജനു, അങ്ങനത്തെ ശകലം കൊണ്ട് പുള്ളിക്ക് എന്നാലും ശകലം പുസ്തു അല്ല. എന്നാലും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെയാണ് ഞങ്ങളുടെ പെരുമാറിയിരുന്നത്. അല്ല, പ്രായം ഇപ്പം രഞ്ജേട്ടനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞു, അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്ത കൂട്ടായിരുന്നല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത്? പ്രായം മാത്രമല്ല, ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു. എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം എന്ന് പറയില്ല, അതായിരുന്നു സോമേട്ടൻ. നമുക്ക് സോമേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് നമ്മോട് പറയാൻ, നിങ്ങളുടെയൊക്കെ അത്യാവശ്യം സമകാലീനായിട്ടുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപക്ഷെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ പ്രതിനായകനായും നായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ്. നമുക്ക് ദേവൻ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം. സോമേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ, ഫാസിൽ സാറിൻ്റെ ഒരു ഫിലിം ഊട്ടിയിലാണ് നടന്നത്, മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ എൻ്റെ അച്ഛനായിട്ടാണ് സോമേട്ടൻ അഭിനയിക്കുന്നത്. ഞാനും സുഹാസിനിയുമാണ് അതിലത്തെ മക്കളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഇമോഷണൽ ലിങ്ക് ഉണ്ടായിരുന്നു. ഈ അച്ഛനും മക്കളുമായിട്ടുള്ള വളരെ ഇമോഷണലായിട്ടുള്ള സ്റ്റോറിയാണത്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ സോമേട്ടനെ ഓർക്കുന്നത് ഭയങ്കരമായ ഒരു അഹങ്കാരിയായ സോമേട്ടനാണ് ഒരു നടൻ നൽകി. പക്ഷെ ആ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിക്കും. കാരണം അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമുണ്ടായ അഹങ്കാരമല്ല, അത് സിനിമയ്ക്ക് മുമ്പുള്ള, അത് ജന്മനാല് തന്നെയുള്ള ഒരു പ്രമാണിത്വത്തിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായത്. അത് നമ്മളെപ്പോഴും ആ അഹങ്കാരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, ഞാൻ ആരാധിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ചിലർക്ക് അഹങ്കാരം ഒരു അലങ്കാരമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അഹങ്കാരം എന്നുള്ള വാക്കിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന, അതെ, അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത്. ഈ ചില വൺ ലൈനേഴ്സ്, ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ഏറ്റവും മാസായൊരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ ഒരു 4 വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണമല്ലോ, ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമേട്ടനാണ്. അതായത് ഒരിടത്ത് വന്നിറങ്ങുമ്പോൾ ഈ നാടത്ര ശരിയല്ല
ഞാനും ഒറ്റ അതെ. ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗില് അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജേട്ടന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഒരുപാട് പൂച്ചക്കൊരു മൂക്കുത്തി, അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളാക്കിയിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പാന്ത കാലത്തളം പോലെയുള്ള പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ആളാണ്. ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാതരങ്ങളോട് നോക്കിക്കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സോമേട്ടൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല. അഭിനയിക്കുക, അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അത് അഭിനയത്തിൻ്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും സോമേട്ടനില്ല. അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്തൊരാളുമായിരുന്നില്ല അദ്ദേഹം. സോമന നാടകമായിരുന്നു ഏറ്റവും ഇഷ്ടം. ആ നാടകത്തിൽ കൂടെ ആളുടെ വന്ന കാരണം അതെ അതെ. വിക്രമൻ നായരുടെ ഒരു വിക്രമൻ നായർ ട്രോഫി നാടക മത്സരം, വിക്രമൻ നായർ ട്രോഫി, അതെ, തിരുവനന്തപുരത്ത് ഒരു ഹാളില്ലേ, BJT ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് കണ്ടിട്ടാണ് ഈ മഹാദേവനെ തപ്പി നടക്കണം. മലയാറ്റൂരിന്റെ വൈഫാണ്. അതെ, പേടി ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ. അപ്പൊ പുള്ളിക്കാരത്തെ അവരുടെ എന്തിനാ ഓടി കിടക്കുന്നത്? ആ മനോഹരമായി ചെയ്തു വെച്ചൊരു പാർട്ടിയിലെത്തു. അങ്ങനെയാണ് സോമേട്ടനെ തപ്പിപ്പോകുന്നത്. ഗായത്രി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം നാടകത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ട് സിനിമയിലേക്ക് വന്നതാണ്. ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് തീരുമാനിച്ചു. പിന്നീട് തണൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമ, അതുപോലെ പല്ലവി, ഈ 2 സിനിമകൾ കാണുന്നു തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു ബാങ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ അഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്കൊന്നും സ്വയം അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നതേയില്ല. ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചെടുത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു പഴഞ്ചൊല്ല് പോലെ മലയാളികൾ ഉപയോഗിച്ചാണ്. ഈ ഗായത്രിയിൽ വരുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞ ഡയലോഗ് പിന്നീട് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്. പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.